അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു കൂട്ടുകാരും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ അന്നത്തെ ദിവസം നോമ്പുകാരനായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഏതായാലും അള്ളാഹു എന്തെങ്കിലും വഴിയുണ്ടാക്കുമെന്ന് കരുതി ബഹുമാനപ്പെട്ടവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ കുറച്ച് ഹദിയയുമായിട്ട് ബഹുമാനപ്പെട്ടവരുടെ അരികിൽ എത്തുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരൊക്കെ സന്തോഷമായി. കാരണം ഇന്ന് നോമ്പ് തുറക്കാൻ നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടിയല്ലോ എന്ന സന്തോഷം. അപ്പോഴാണ് ഒരു ഫക്കീറായ മനുഷ്യൻ വന്നുകൊണ്ട് യാചിക്കുകയാണ്, എനിക്കെന്തെങ്കിലും തരുമോ, എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും തരുമോ, നമ്മളെ പാവപ്പെട്ടവരാണ്, ഒന്നുമില്ല എന്ന്. എന്തായിരിക്കും ആ സമയത്തിലുള്ള അവസ്ഥ? ബഹുമാനപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഒന്നും തിന്നാനില്ല, ഇനി നോമ്പ് തുറക്കാനുള്ള സമയമായി, ഇനി ഉണ്ടാക്കാനുമില്ല, എവിടെ പോയി യാചിക്കാനും കഴിയില്ല. അങ്ങനെ ആ സമയത്താണ് ഒരു യാചകൻ വന്ന് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ്. അപ്പോഴാണ് ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിക്കാതെ ആ സമയത്ത് തന്നെ അതിനവിടെ നിന്നും അയാൾക്ക് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് വീണ്ടും ഒരാൾ ഭക്ഷണം കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് എത്തുകയാണ്. ഒക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലോ, ആരോടും ചോദിച്ചില്ല. അപ്പോഴാണ് വളരെ സന്തോഷമായി കൂട്ടുകാർക്കും ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു എല്ലാവർക്കും വലിയ സന്തോഷമായി. നമ്മൾ ആ സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലമായിരിക്കാം, അങ്ങനെ അള്ളാഹു വീണ്ടും നമുക്ക് ഭക്ഷണം എത്തിച്ചല്ലോ എന്നിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വേറൊരു ഫക്കീറും അവിടെ എത്തുന്നു. നോക്കണം, എന്തൊരു പരീക്ഷണയാണ് അള്ളാഹുവിൻ്റേത്. നമ്മളങ്ങ് ചിന്തിച്ചു, നേരത്തവർക്ക് കൊടുത്തതല്ലേ, ഇനി കൊടുക്കേണ്ടതില്ല എന്ന്. അങ്ങനെ അയാളും നേരത്തെ ചോദിച്ചതുപോലെ വീണ്ടും ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എനിക്കെന്തെങ്കിലും തരണം, വല്ലാത്ത വിശപ്പാണ്, ഞാനൊന്നും കഴിച്ചിട്ടില്ല, എൻ്റെ കുടുംബമൊന്നും കഴിച്ചിട്ടില്ല, ഒന്ന് തരണമെന്ന് പറഞ്ഞപ്പോൾ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിക്കാതെ, സുബ്ഹാനല്ലാഹ്, ആ മനസ്സിൻ്റെ വിശാലത അത് ചെറുതൊന്നുമല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു കഥയായി തോന്നിപ്പോകും. അതാണ് അവരുടെ ഈമാന്. വല്ലാത്തൊരത്ഭുതമാണ്. ഈ സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. നമുക്കൊരു ആവശ്യമില്ലാത്തൊരു സാധനം പോലും നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. അത്രമാത്രം ദുഷിച്ചവരാണ് നമ്മൾ. ആ സമയത്താണ് നോമ്പുകാരനാണ്, നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്, ഇവനൊന്നും ഭക്ഷിക്കാൻ നമ്മുടെ കയ്യിലില്ല. ആ സമയത്താണ് ഒരാൾ വന്ന് ചോദിച്ചത്, അയാൾക്ക് കൊടുത്തു, വീണ്ടും ഒരു ഭക്ഷണം കിട്ടി, ഇനി കിട്ടാനൊരു സാധ്യതയുമില്ല. അപ്പോഴാണ് മറ്റൊരാൾ വന്ന് ചോദിക്കുന്നത്, അതിനെയും ബഹുമാനപ്പെട്ടവർ കൊടുത്തു. അപ്പോഴാണ് അത്ഭുതം. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മൂന്നാമത്തെ ഒരാൾ വന്ന് എവിടെ നിന്നോ ബഹുമാനപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് ഭക്ഷണം കൊണ്ടെത്തിക്കുകയാണ്. ഇത് കണ്ടപാടെ ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു കരയുകയാണ്, കണ്ണീരൊലിപ്പിക്കുകയാണ്. കൂട്ടത്തുള്ളവരൊക്കെ സന്തോഷിച്ചു. കാരണം ഭക്ഷണം എത്തിയല്ലോ, അത്ഭുതമാണല്ലോ, മൂന്നാമത്തൊരു തവണ ഭക്ഷണം എത്തിയല്ലോ. അപ്പോഴാണ് ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു കരയുകയാണ്, കണ്ണീരൊലിപ്പിക്കുകയാണ്. അപ്പോഴാണ് കൂട്ടുകാർ ചോദിച്ചു, അല്ല, നിങ്ങളെന്തേ ഈ സമയത്ത് വിഷമിക്കുക, ബേജാറാക്കുന്നത് എന്തിനാണ്? അപ്പോഴാണ് ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു എന്തൊരു പരീക്ഷണയാണ് എന്നെ പരീക്ഷിക്കുന്നത്. അള്ളാഹു ഇങ്ങനെ റബ്ബേ അള്ളാഹു എന്നെ പരീക്ഷിച്ചതാണ്. ഞാൻ അവിടെ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കുമോ? അങ്ങനെയാണ് വീണ്ടും അവന് ഭക്ഷണം എത്തിച്ചത്. ഞാൻ എവിടെയെങ്കിലും അവൻ്റെ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയാലോ എന്നുള്ള പേടിയാണ്, എനിക്ക് പേടിയായി പോകുകയാണ്. തടീച്ചയിലേക്കൊക്കെ ഉൾപ്പെട്ട് ഭക്ഷണത്തിനോട് കൊതിയായിട്ട് പാവപ്പെട്ടവനക്ക് കൊടുക്കാതിരുന്നാലോ, അങ്ങനൊരു ചിന്ത എൻ്റെ കൽബിലേക്ക് വന്നുപോയാലോ എന്നുള്ള പേടിയാണ്. ഞാൻ റബ്ബിനോട് കാവലിനെ തേടുന്നു, റബ്ബേ എന്നെ നീ പരീക്ഷിക്കല്ലേ അല്ലാ എന്ന്. നോക്ക്, എന്തൊരു ഈമാനാണ്, എന്തൊരു മനസ്സിൻ്റെ വിശാലതയാണ്. അതുകൊണ്ടാണ് അവരൊക്കെയും ഇത്ര വലിയൊരു സ്ഥാനത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. അതേ
നമ്മളും നമ്മുടെ മനസ്സും നാം ശുദ്ധിയാക്കണം, ക്ലിയറാക്കണം, നല്ല മനസ്സിൻ്റെ ഉടമകളാകണം. എല്ലാവരും സ്നേഹിച്ചും സഹകരിച്ചും പരിഗണിച്ചും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ കൊടുത്ത് എല്ലാവരുമായി ഒരു നല്ലൊരു ബന്ധമുണ്ടാക്കി ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈമാന്, അതാണ് മഹാന്മാരുടെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.